റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും. അപ്പോൾ കർത്താവിനെ സേവിക്കാൻ ഒരു മെഷർമെന്റ്, ഒരു ഉപദേശം പൗലോസ് ഇവിടെ തരുന്നത് എന്താ? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. ഓ, ഭയങ്കര ഒരു പ്രയോഗമാണ്. ഉത്സാഹത്തിൽ മടുപ്പ് വരരുത്, ആത്മാവിൽ എരിവുള്ളവരായി. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൽ ആർക്കും താല്പര്യമില്ല, ഉത്സാഹമില്ല, എരിവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച വിശുദ്ധ സഭായോഗം കളഞ്ഞിട്ട് ഒരു പരിപാടിക്ക് ഞാൻ പോകത്തില്ല. ചാകുന്നവരെ, അല്ലെങ്കിൽ പിന്നെ എണീക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കണം. ഞാനൊരു സ്ഥലത്ത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഒരു കൊച്ചു ചാകാൻ കിടന്നു, അതിനുവേണ്ടി ചാകാൻ പ്രാർത്ഥിക്കാൻ പോയി. ആ കൊച്ചു പൂർണ്ണ ദൗത്യം പ്രാപിച്ച് ഞാൻ തലയും കുത്തി തറയും വീണു. വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയല്ല പോകുന്നു. എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി ഞാൻ വീട്ടിൽ വന്ന് 1-2 മാസം ഞാൻ കിടപ്പായിപ്പോയി. ആ സമയങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഏകനായി യോഹന്നാൻ പസ്മോസ് ദ്വീപിൽ കിടന്നതുപോലെ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ആരാധന ഇന്നും എനിക്ക് ആ വചന വെളിപ്പാടുകൾ എനിക്ക് തരുന്ന മോട്ടിവേഷൻ, പ്രചോദനം, ഊർജം ചെറുതല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. പൂർണ്ണമായിട്ട് എനിക്ക് സഭയത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നു എഫേസ്യ ലേഖനം 2. മുമ്പ് നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ നമ്മൾ ആരാകും, നാളെ നമ്മൾ എന്താകും എന്നുള്ള ആ 2-ാം അധ്യായവും അതിനോടനുബന്ധിച്ച് ചില വാക്യങ്ങളെല്ലാം കൂടി എൻ്റെ ഹൃദയത്തിൽ തന്നത് അനേക സ്ഥലങ്ങളിൽ ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. ദൈവകൃപയുടെ അത്യന്തധരം വരും കാലങ്ങളിൽ നമ്മളിലൂടെ ലോകം കാണണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ കൃപ ലോകം കാണണം. നമ്മളിലുള്ള വെളിച്ചം, നമ്മളിലുള്ള ഉപ്പുരസം, നമ്മളിലുള്ള ആത്മീക രസം, ഉപ്പുരസമല്ല ആത്മീക രസം, നമ്മളിലുള്ള ആത്മീക വെളിച്ചം. ഒരു ഇരുണ്ട് കിടക്കുന്ന മുറിയിൽ എങ്ങനെ വെളിച്ചം പ്രകാശിക്കും? ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ചെന്നാൽ മതി, റൂം പ്രകാശമുള്ളതായി മാറും. അല്ലെങ്കിൽ കത്തുന്നൊരു ബൾബുമായിട്ട് എൻ്റെ ഉള്ളിൽ ചെന്നാൽ മതി. അതുപോലെ അന്ധകാരത്തിൽ കിടക്കുന്ന കുടുംബങ്ങളിൽ, ഭവനങ്ങളിൽ, ദേശങ്ങളിൽ ദൈവമക്കളാകുന്ന നമ്മൾ ആത്മീക വെളിച്ചമായി ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തുന്ന ദീപങ്ങളായി നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആ ദേശം വെളിച്ചത്തിലേക്ക് വരും. വാക്യമുണ്ടോ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം എടുക്കാം. മത്തായി 4:14-15. സെബുലൂൻ ദേശവും നാപ്താലി ദേശവും കടൽക്കരയിലെ യോർദാനക്കരയുള്ള ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. ഗലീല നാടും, ഏതൊക്കെ നാട് എഴുതിയിരിക്കുന്നത്? സെബുലൂൻ ദേശം, നാപ്താലി ദേശം, കടൽക്കര, യോർദാനക്കരയുള്ള നാട്, ഗലീല, ഇങ്ങനെയുള്ള നാട് ഇരുളിൽ കിടന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ ചവിട്ടിയപ്പോൾ ആ ദേശം മുഴുവൻ പ്രകാശപൂരിതമായി മാറി. ഓ, എന്താ ദൈവമക്കളെ! അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. ഇന്നത്തെ പെന്തക്കോസ്ത് സഭകൾ ഭൂമിയുടെ ഉപ്പാണോ? അവർ വെളിച്ചം പകരുന്നവരാണോ ലോകത്തിന്? സഭായോഗം നടത്തി തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി കോടതിയും കേസുമായിട്ട് നടക്കുന്ന ഇവര്. സഭായോഗത്തിന്റെ നടി ഹല്ലേലൂയ. കൺവെൻഷൻ നടത്തി കണക്ക് പറയാൻ നേരത്തെ അടി, കസേര വലിച്ചടിക്കുന്നേ. ഒരു സഭയിൽ ചെന്നപ്പോൾ, പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞ് നാറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പല്ലട കുത്തി ഞാൻ തന്നെ മണപ്പിക്കുകയല്ലേ, വേണ്ട, അത് വേണ്ട. അവിടെ ഇങ്ങനെ CSI ചർച്ചിലെ ബെഞ്ച് പോലെ ബെഞ്ചിട്ടിരിക്കുക. CSI ചർച്ചിലെ ബെഞ്ച് പോലെ നമുക്ക് ഇരിക്കുന്നവർക്ക് പാട്ടുപുസ്തകം വെക്കാനും പുസ്തകം വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ എന്താ ഇങ്ങനെയൊക്കെ? ഇത് നമ്മുടെ CSI ചർച്ചിലുള്ള രീതിയാണല്ലോ. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ കൂടിയില്ലേ, എനിക്ക് ആ കഥയൊന്ന് കേൾക്കണം.
മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അച്ചായനെ ക്ലിപ്പിട്ട് ഞാൻ വെളിയിൽ കൊണ്ടുപോയി. ഇന്നല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന സംഭവം. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റി കൂടും. എറണാകുളത്തെ ഏറ്റവും വലിയ ചർച്ച, പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, പ്രസ്ഥാനത്തെ പറഞ്ഞ് ഞാൻ നാറ്റിക്കുന്നില്ല, നാല് പുറത്ത് കിടക്കുക, എങ്കിലും ഞാൻ കൂടി പറഞ്ഞ് നാറ്റിക്കുന്നില്ല. സ്വോത്രം. ഇവിടെ മീറ്റിംഗ് നടന്നു കഴിയുമ്പോൾ ഒരു അടിയുണ്ട്. അപ്പോൾ സഹോദരന്മാർ കസേര വലിച്ചടിക്കുന്നു. ഒരു ബുദ്ധിയുള്ള മാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഇനി നീയൊക്കെ കസേര വലിച്ചടിക്കണമെന്ന് കാണണം. ഒരൊറ്റ കസേരയില്ല, എല്ലാം ഡെസ്കാക്കി മാറ്റി. ഡെസ്ക് വലിച്ചടിക്കാനുള്ള ആരോഗ്യമുള്ളവരാരും അവിടെ ഇല്ല, ആർക്കും പറ്റത്തില്ല. അത് അങ്ങനെ ഒരു കഥ നിങ്ങളുടെ ആയുസിൽ കേട്ട് കാണത്തില്ല ഈ കഥ. പറഞ്ഞോ, പലരോടും പറഞ്ഞു. ഇന്ന് നമ്മുടെ ഇടയിൽ പുതിയ നിയമസഭയെന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതാന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലുമൊക്കെ കേട്ട് മാനസാന്തരപ്പെട്ട് വരട്ടെ, അല്ല ഞാനെന്ത് പറയാൻ. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. യോഹന്നാന്റെ ലേഖനം, സുവിശേഷം 1-ാം അധ്യായം. വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. ഉളവായതൊന്നും അവനെ കൂടെ ഉളവായതല്ല. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സ്വാധീകരിക്കുന്ന വചനങ്ങളാണിത്. വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യം ഇത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അത് യോഹന്നാൻ സ്നാപനെ കുറിച്ച് പറയുക. അവൻ യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല. കണ്ടോ, യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല. വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവൻ, കർത്താവിന് സാക്ഷ്യം പറയുന്നവൻ. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ടെന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, അതായിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. കണ്ടോ, യേശുക്രിസ്തു മുഖാന്തരം ലോകം ഉളവായതെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു 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 ആണി പോലെ ഈ വചനം കയറട്ടെ. ഇനിയെങ്കിലും ഈ ദുരുപദേശം പറയുന്ന നിർത്ത്. മഹാദൈവമെന്നാണ് ലേഖനങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറയുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തമായിലേക്ക് വന്ന് സ്വന്തമായാലും അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരം കൊടുത്തു എന്നുള്ളത് KJV ട്രാൻസ്ലേഷൻ പവർ കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്ന, ശക്തി കൊടുത്തു, ആത്മശക്തി കൊടുത്തു. എന്ത് കൊടുത്തു? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി തന്നെ കണ്ടു. പിതാവിൻ്റെ തേജസ് ഞങ്ങൾ യേശുവിൽ കണ്ടു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയുടെ മുമ്പിൽ നിന്നുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ എത്ര നന്നായിരിക്കുന്നു എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? സുബോധമുള്ളവും പറയത്തില്ല, വെളിവുള്ളവും പറയത്തില്ല. മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മഹാത്മാഗാന്ധിയെ പോലെ തന്നെ ഇരിക്കും. കാരണം അങ്ങനെ ആ പ്രതിമ ഉണ്ടാക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ മോന്ത ആയിലേക്ക് തച്ചുടച്ച് കളഞ്ഞിട്ട് വേറെ ഉണ്ടാക്കുമോ? നമ്മളിപ്പോൾ അതല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കുന്ന പടിയാണ്, ഒപ്പിച്ചുള്ള പരിപാടിയാണ്. നമ്മൾ ഉപദേശം ഒപ്പിച്ച്, ക്രിസ്തു ജീവിതം ഒപ്പിച്ച്, എല്ലാം ഒപ്പിച്ചുള്ള പരിപാടിയാണ്. ഒപ്പിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊളിച്ച് കളയും തമ്പുരാൻ. പാറ്റുന്നവൻ വരും, പാറ്റുമ്പോൾ പതിരെല്ലാം പാറിപ്പോകും, നിറമണികൾ മാത്രം പാണ്ഡികശാലയിലേക്ക് ചേർക്കും. എൻ്റെ ഒരു മെസ്സേജാണ്, യൂട്യൂബിൽ കിടപ്പുണ്ട്. പാറ്റുന്നവൻ വരും സിയോനിൽ നിന്ന്. പതിരും നെല്ലും പതിരും വേർതിരിക്കുന്ന കർത്താവ് വരും. അതുകൊണ്ട് കപടഭക്തിയും ദൈവവചനത്തിൻ്റെ പ്രമാണം വിട്ടുള്ള പോക്കുകളും ദൈവദാസന്മാരും ദൈവമക്കളും നിർത്തിയിട്ട് വചന വ്യവസ്ഥ പ്രകാരം ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണ ഈ ദിവസങ്ങളിൽ. നിന്റെ കുതന്ത്രങ്ങളെല്ലാം ദൈവം തകർത്ത് കളയുന്നൊരു ദിവസമുണ്ട്. അവരവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടി വരും. ലോകമനുഷ്യൻ വെള്ളസിംഹാസനത്തിന് മുൻപാകെ അവൻ ചെയ്ത പാപങ്ങളെല്ലാം ആ പാപത്തിനനുസരിച്ച് ശിക്ഷയേറ്റ് നരകത്തിലേക്ക് പോകേണ്ട ഗതികെട്ട അവസ്ഥ അവന് വരും.
അതുകൊണ്ട് ഇരുകൂട്ടരും സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഞാൻ റോമാലേഖനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, മടുപ്പില്ലാതെ ആത്മാവിലെതിരുള്ളവരായി കർത്താവിനെ ചെയ്യും. ആശയിൽ സന്തോഷിക്കും, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കും. ഈ എന്താ ഈ ആശയിൽ സന്തോഷിക്കാൻ പറഞ്ഞു? ഞാനൊരു വൃക്ഷം നട്ടാൽ എനിക്ക് അതിൻ്റെ പിന്നിൽ ഒരു ആശയമുണ്ട്. ഒരു മാവ് നട്ടാൽ മാങ്ങ തിന്നാം, പ്ലാവ് നട്ടാൽ ചക്ക തിന്നാം, വാഴ നട്ടാൽ പഴം തിന്നാം. എൻ്റെ ആശയം അതാ. അപ്പൊ ദൈവസഭയിൽ നമ്മളെ നട്ടിരിക്കുന്നതിന് ദൈവത്തിനൊരു ആശയമുണ്ട്. ഫലമുള്ള ഒരവസ്ഥ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഭയിൽ നട്ടിരിക്കുന്നതിന് ദൈവസഭയ്ക്ക് സഫലന്മാരാകാനാ, ഫലം കായ്ക്കാനാ. ഒരു പാസ്റ്റർ, ഒരു വിശ്വാസി, ഒരു സഹോദരൻ, ഒരു സഹോദരി ദൈവസഭയുടെ അംഗങ്ങളാണെങ്കിൽ ദൈവത്തിന് അവരെക്കുറിച്ചൊരു ആശയമുണ്ട്. എന്താണ് ആശ? ഫലം പുറപ്പെടുവിക്കണം. ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? കോടാലി വീഴും കാൽക്കൽ. കോടാലി. യോഹന്നാൻ സ്നാപകൻ അത് പറയുന്നുണ്ട്. ഇപ്പോഴേ വൃക്ഷത്തിന് കോടാലി വെച്ചിരിക്കുന്നു, ഫലമില്ലാത്ത വൃക്ഷങ്ങളെ പിഴുതുകളയും. സോളമൻ ഫലം കായ്ച്ചില്ല, വൃക്ഷം പിഴുന്ന പോലെ പിഴുതുകളഞ്ഞു. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി പേര് മോശയോട് എതിർത്ത് നിന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് തിമോഥെയോസിന്റെ ലേഖനം 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. ഞാനതെടുത്ത് വായിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രേരണ ഉള്ളത് മാത്രമേ വായിക്കത്തുള്ളൂ, അല്ലാത്തതൊന്നും വായിച്ചുകൊണ്ടൊന്നും പറയില്ല. തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു. ഹുമനോസും അലക്സാണ്ടറും, പിന്നെ പുതിയ നിയമത്തിൽ ലോകസ്നേഹിയായ പലരുമുണ്ട്. എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയെന്നൊരു ഭക്തനെ കുറിച്ച് പറയുന്നില്ലേ? കൂട്ടു പാസ്റ്റർ. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വളരെ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുക, നമ്മുടെ ഇടപെടലുകൾ സൂക്ഷിക്കുക, കൊടുക്കൽ വാങ്ങലിൽ സൂക്ഷിക്കുക. ഒരു 5 പൈസ ആർക്കും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരുണ്ടാകരുത്. ആരും നമ്മളെക്കുറിച്ചൊരു കുറ്റാരോപണം പറയരുത്. ഇന്നാൾ എന്നെ ചതിച്ചു, ഇന്നാൾ എന്നെ വഞ്ചിച്ചു എന്ന് വെറുതെ പോലും പറയാൻ അവസരം കൊടുക്കരുത്. അങ്ങനെ അവസരം പറഞ്ഞാൽ നീ പുസ്തകം താഴെ വെക്കുക, ശാന്തമായിട്ടിരുന്ന് മാനസാന്തരപ്പെട്ട് സ്വർഗത്ത് പോകാൻ നോക്കുക. ഇല്ല, ഏടാകൂടങ്ങളൊക്കെ വലിച്ചു വാരി വെക്കാതെ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും അവഖ്യാതി പറയാൻ ഇടം കൊടുക്കരുത്. എന്നെക്കുറിച്ച് ആർക്കും എന്തും പറയാം. നേരിട്ട് വന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ പറഞ്ഞോ, ഞാൻ മാനസാന്തരപ്പെടാൻ തയ്യാറാണ്. തെറ്റില്ല, കുറ്റമില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്നിൽ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ഞാൻ മാനസാന്തരപ്പെടും. ഇടയ്ക്കൊരു സഹോദരനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, വാസ അങ്ങനെ ഇങ്ങനെയാണ് സഹോദര, ഞാൻ പറഞ്ഞാൽ നിനക്ക് ഭാരമായി, തെറ്റാണ്, ക്ഷമിച്ചുകൊള്ളുക, ദൈവനാമത്തിൽ ക്ഷമിക്കുക. എന്ത് സന്തോഷം! അത് പറഞ്ഞപ്പോൾ എന്ത് സന്തോഷം! സ്വയനീതീകരണം നടത്തി ഉരുവരിക്കാതെ, അതല്ലേ സുഖം. ലംഘനം മറച്ചു വയ്ക്കുന്നൊരു ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അപ്പൊ കരുണ ലഭിക്കും. ദൈവത്തിന്റെ കരുണ ലഭിച്ചില്ലെങ്കിൽ തീ പൊയ്യുകയാണെന്ന് ഓർത്തോണം. ഇതൊക്കെ പറയാൻ ആളില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിലൂടെ കർത്താവിനെ സേവിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. എന്താ സഹിഷ്ണുത? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നവർ കഷ്ടങ്ങളിൽ പ്രശംസിക്കുക. റോമാലേഖനം, അത് റോമാലേഖനം തന്നെ 5-ാം അധ്യായത്തിൽ. കഷ്ടതയിൽ സഹിഷ്ണുത ഉണ്ടാകണം. അപ്പൊ കഷ്ടത ഇല്ലെങ്കിൽ സഹിഷ്ണുത ഉണ്ടാവുമോ? ഇല്ല. കഷ്ടത വേണ്ടെന്ന് പറഞ്ഞ് ശാസിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച സഹോദരന്മാരെ എനിക്കറിയാം. പാസ്റ്റർ സഹോദരന്മാരെന്ന് പറയുന്ന വ്യാജന്മാര് ഇവിടെ എറണാകുളം പട്ടണത്തിൽ എളുപ്പമുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കഷ്ടതയെ ശാസിക്കലാണ് അവരുടെ പണി.
ശാസിച്ച് വിശ്വാസികൾ 1000, 2000, 3000, 4000 വന്ന് കയറി അവരുള്ള കാശെല്ലാം കൊടുത്ത് കോടിക്കണക്കിനുണ്ടാക്കി, കുറെ പറ്റിച്ചു. ഇസ്രയേൽ കാണിക്കാൻ വേണ്ടി ഒരു ഭക്തൻ ആളെ കൊണ്ടുപോയി 1,00,000 രൂപ ചാർജ് ചെയ്തു. അപ്പോൾ ആരാണ്ടും ചോദിച്ചു 1,00,000 രൂപയൊക്കെ ആവോ? ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പാണ്. അവർ പോയി ചോദിച്ചു, ട്രാവൽ ഏജൻസിയൊക്കെ തപ്പി ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്കിവിടെ 75,000 തന്നിട്ടുള്ളൂ. ഫുഡ്, ട്രാവലിംഗ്, അക്കോമഡേഷൻ കംപ്ലീറ്റ് 3 ഡേ പാക്കേജ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കൃത്യമായിട്ട്, അതോ 2 ഡേ ആണെന്ന് അറിയത്തില്ല. 75,000 രൂപ ഫ്ലൈറ്റ് ചാർജ്, താമസം, അക്കോമഡേഷൻ എല്ലാം. പുള്ളി 1,00,000 പിടിച്ചു മേടിച്ചു. പൗരന്മാരെന്ന് ചോദിച്ചു, പാസ്റ്ററെ 1,00,000 വെച്ച് നിങ്ങളെ പിരിച്ചെടുത്ത് എന്താ? അത് ഞങ്ങൾക്ക് ചിലവില്ലേ? നിങ്ങളെ കൊണ്ട് കൊണ്ടിങ്ങനെ കാണിക്കുന്നതല്ലേ, നേർച്ച വല്ലതും ഉണ്ടോ ഞങ്ങൾക്ക്? അവനാ പിടിക്ക്. ഇപ്പോൾ കോടീശ്വരനാ പുള്ളി, എണ്ണിയാ തീരാത്ത കോടികളായി അവിടെ ഇവിടെയൊക്കെ. പക്ഷെ ഇതുപോലെ ദുരുപദേശം പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എന്താ പറ്റി? സാത്താൻ്റെ വയറ്റിലായില്ലേ? അവർ പറയും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പുരോഹിതന്മാരാണ്. അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അവരൊക്കെ പുരോഹിതന്മാരാണെന്ന്. അരിയാഹാരം കഴിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തോട് ഇടപെടാതെ കണ്ണീരൊടുക്കുകയും ചെയ്യുന്ന സാധുക്കളായ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരുണ്ട് ഇവിടെ. ഞങ്ങളെ ഒന്നും ആരും അറിയണ്ട, ആരും അറിയുന്നില്ല, അറിയണ്ട. ഞങ്ങളൊക്കെ ദൈവം ഞങ്ങളെ അറിഞ്ഞാൽ മതി. കർത്താവിൻ്റെ കൃപയാൽ ഇന്നുവരെയും ജീവിച്ചു പോരുന്നു. ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ കർത്താവ് ഞങ്ങളെ നടത്തുന്നു. ദൈവനാമത്തിൽ ആരെങ്കിലും തന്നാൽ സന്തോഷത്തോടെ സ്വീകരിച്ചവരെ അനുഗ്രഹിക്കുന്നു. എനിക്കിത്ര തരണമെന്ന് കണക്ക് പറയുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് തരുന്നത് മതിയെന്ന് വെക്കുക. കാരണം ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്യാനാണ് പ്രമാണം. ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടിവരെന്ന് കർത്താവ് പറഞ്ഞു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പൗലൂസ് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് ഇടുക്കമുള്ള വഴിയാണെന്ന് പൗലൂസ് കർത്താവ് പറഞ്ഞു. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ലൂക്കോസ് പ്രവൃത്തി പുസ്തകത്തിൽ പറഞ്ഞു. കഷ്ടങ്ങളിലൂടെ തികഞ്ഞു വരണമെന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എല്ലാം പഠിപ്പിക്കുന്നതാ. കഷ്ടങ്ങളിലൂടെ തികഞ്ഞു വരിക, കഷ്ടങ്ങളിലൂടെ ആത്മീകരാകുക, കഷ്ടങ്ങളിലൂടെ ദൈവിക സ്വഭാവം പ്രാപിച്ചെടുക്കുക, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുക, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാകുക. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങളവൻ്റെ കാഴ്ച കൊടുക്കേണ്ട ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോട്ടെ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുക. ആരെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് അനുഗ്രഹം കിട്ടാതെ പോകത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. ദൈവനാമത്തിൽ വരുന്നവരെ അതിഥി സൽക്കാരം നടത്തുക. ദൈവനാമത്തിൽ വരെ. കള്ളന്മാരെ കയറ്റരുത് വീട്ടിൽ, കള്ളന്മാരെ വീട്ടിൽ കയറ്റരുത്. ദുർവിദേശകന്മാരെ കയറ്റരുത്. അവർ വീട്ടിൽ കയറിയ ശാപമേക്കും. അവിടെ കയറ്റരുത്. അവരെ ഓടിക്കണം, തല്ലി ഓടിക്കണം. തല്ലി ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് അടിച്ചേക്കണം. ഐ സേ യു ഗെറ്റ് ഔട്ട് പറഞ്ഞേക്കണം. ഒരു കുഴപ്പമില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് നിലനിൽക്കാതെ അതിർ വിട്ട് പോകുന്ന ഒരുത്തിന് ദൈവമില്ല. അവനെ വീട്ടിൽ കയറ്റരുത്. അവനുമായിട്ട് കുശലം പറയരുത്. കുശലം പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ്റെ ദുഷ്പ്രവൃത്തിക്ക് നീ കൂട്ടാളിയായി തീരും. നമ്മളതൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ ചെയ്യണം പ്രിയമുള്ളവരെ. ഊതിയിടുകയോ ഉന്തിയിടുകയോ ചെയ്ത് ഒരുത്തനെ വീട്ടിൽ കയറ്റിയേക്കരുത്. പല പ്രാവശ്യം പലരും ഒക്കെ വീട്ടിൽ വന്നു പോയിട്ടുണ്ട്. ഇനി വന്നാൽ ഞാൻ അവരെ ഗെറ്റ് ഔട്ട് അടിക്കും. കാരണം നമുക്ക് ആ ദുരുപദേശത്തിന് കൂട്ടാളിയാവാൻ പറ്റത്തില്ല. അവർ മുഖാന്തരം നമ്മുടെ ശാപമേക്കും, നമ്മുടെ തലമുറ ശാപമേക്കും. ഇപ്പം തന്നെ ഏറ്റ് കിടക്കുക കുറേ. മനസ്സിലായോ? അതുകൊണ്ടെല്ലാം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ഗിരിപ്രഭാഷണത്തിലെ വിഷയം പൗലോസ് എടുത്ത് പറയുക. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ടല്ലോ അതെ. മത്തായി 5 ഞാൻ അടുത്തൊന്ന് വായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചീട്ടത്ത് അടിക്കുന്നവന് മറ്റേത് തിരിച്ചു കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം ഉടുപ്പാൻ ഇച്ഛിക്കുന്നവന് പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ
നിർബന്ധിച്ചാൽ 2 നാഴി അവനോടുകൂടി പോവുക. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. മത്തായി 5:43-44 വാക്യങ്ങൾ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്നായ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതികെട്ടവരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിശേഷത? എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. കണ്ടോ, കർത്താവും പൗലൂസും പറഞ്ഞതും തമ്മിലുള്ള ആ പഠനം കണ്ടോ? ഹല്ലേലൂയ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ഇവിടെ അനുഗ്രഹിപ്പിനെന്ന് ആണോ പറയുന്നത്? കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക, നിങ്ങൾ അറിയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പൗലൂസ് പറയുമ്പോൾ, അല്ല കർത്താവ് പറയുമ്പോൾ, ഇവിടെ പൗലൂസ് പറയുന്നത് വ്യത്യസ്തമാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അവരെ അനുഗ്രഹിപ്പിൻ. ഈ പഠനത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഒരു പഠനം ഞാൻ നിങ്ങളോട് പറയാം. കാരണം കർത്താവ് പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ ആത്മാവ് പഠിപ്പിച്ചത് കൂടി ചേർത്താണ് ലേഖനങ്ങളുടെ ഭാഷ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എനിക്കോട് ഒത്തിരി പറയാനുണ്ട്, വഹിപ്പാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും. പറയാതെ വിട്ടത് ആത്മാവ് വന്നപ്പോൾ പഠിപ്പിച്ചു. പറഞ്ഞത് മറന്നുപോയത് ആത്മാവ് ഓർമ്മപ്പെടുത്തി കൊടുത്തു. ആ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു പ്രത്യേക പഠനമാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ വലിയ അപകടമായി തീരും. അതുകൊണ്ട് ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാനായിട്ട് കർത്താവ് ശരണപ്പെടാം. പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളെ അത് വായിച്ചു കേൾപ്പിക്കാൻ പോവുക. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം. ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പം ഞാൻ പറയാതെ വിട്ടത് ഇനി മേൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങളെ അറിയിക്കും. എപ്പോഴറിയിക്കും? ആത്മാവ് വന്നതിന് ശേഷം. അത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ഇതൊക്കെ വലിയ പഠനങ്ങളാണ്. എബ്രായ ഭാഷയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആ പഠനം ഉണ്ടെന്നാണ് വേട്ടമല പാസ് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കറക്റ്റാണ്. അത് എബ്രായ ഭാഷയുടെ തർജ്ജിമയാണ് ശരിക്കും ശരിയായ തർജ്ജിമ. ഈ ഗ്രീക്കിലൊക്കെ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് താൻ പറയുന്നത്. ശരിയാത്, മിസ്റ്റേക്ക് ഒത്തിരി ഉണ്ട് ഗ്രീക്കിൽ. ഇംഗ്ലീഷ് ഭാഷയിലും ഉണ്ട്, വരുന്നുണ്ട്. ഇതിൽ യഥാർത്ഥ എബ്രായ തർജ്ജിമയിൽ കൃത്യമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ദൈവത്തിൻ്റെ ഭാഷ എബ്രായരാണ്, യഹൂദൻ്റെ ഭാഷ എബ്രായമാണല്ലോ. സോ അതുകൊണ്ട് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാതെ വിട്ടത് ആത്മാവ് വരുമ്പോൾ പറയും. യോഹന്നാൻ 14:25-26. ഞാൻ നിങ്ങളോട് കൂടി വസിക്കുമ്പോൾ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. എന്താ ഉപദേശിച്ചു തരും? പറയാതെ വിട്ടത് നിങ്ങളെ ഉപദേശിക്കും. എനിക്ക് ഒത്തിരി പറയാനുണ്ട്, വഹിപ്പാൻ കഴിവില്ലെന്നല്ലേ പറയുന്നത്. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നുണ്ട്, അവർക്കത് വഹിപ്പാൻ കഴിവില്ല. അവരുടെ ഹൃദയം ചഞ്ചലപ്പെട്ടിരുന്നു, വ്യാകുലപ്പെട്ടിരുന്നു, വ്യസനപ്പെട്ടിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ല ആ സമയം. ആത്മാവ് വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇവർ പറഞ്ഞത് അല്ല, ഇവരെല്ലാം മറന്നുപോയി. അതല്ല എന്ത് ചെയ്തു? ഓർമ്മപ്പെടുത്തി കൊടുത്തു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ എഴുതിയിരിക്കുന്ന പഠനം കൂടി വെച്ച് റോമാലേഖനം 12:14 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. മത്തായിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അതൊന്ന് മനസ്സിലാക്കി പോണം. കൂട്ടുകാരൻ സ്നേഹിക്കാനും ശത്രുവിനെ പകയ്ക്കാനും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അത് കർത്താവ് പറയുമ്പോൾ പൗലൂസിൻ്റെ ഈ പഠനം കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് ഈസിക്കൽ ടു അപ്പോസ്തല ഉപദേശം. അങ്ങനെ ഒരു പഠനം കിടപ്പുണ്ട്. അത് പിതാക്കന്മാരെ പറയത്തുള്ളൂ, അല്ലാത്തവരാരും പറയത്തില്ല. ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല. അവർ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ലോകത്തിലെ കാര്യങ്ങൾ.
അവർ ലോകക്കാരായാൽ ലോകത്തിലുള്ളത് പറയുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് കേട്ട് പഠിച്ചത് പറയുന്നു. ഇതാ വ്യത്യാസം. ഇത് ഇനിയും തിരിച്ചറിയണം നമ്മൾ. ഇന്ന് കാണുന്ന ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ പറയുന്ന മുഴുവൻ പൊട്ടത്തരവും പൊള്ളത്തരവും പോഷ്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സഭയെ ദൈവം ഭൗതികമായി അനുഗ്രഹിക്കുന്നു ഇല്ല, സഭയെ ദൈവം ആത്മീകമായിട്ടാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ പൊട്ടത്തരമാണ്. അങ്ങനെ പറയുമ്പോൾ ജനം വാരിക്കോരി കൊടുക്കും. അവർക്കും വിശ്വാസികൾക്കും എല്ലാം ഇഷ്ടം പോലെ സമ്പത്ത് വന്ന് കുമിഞ്ഞു കൂടും. അവസാനം യോഹന്നാൻ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാൻ കിടക്കുന്ന സ്ഥലത്ത് പോയി കിടക്കുകയും ചെയ്യും. പഴയ നിയമം ഭൗതിക അനുഗ്രഹം വിഭാവന ചെയ്യുമ്പോൾ പുതിയ നിയമം ആത്മീയ അനുഗ്രഹം വിഭാവന ചെയ്യുന്നു. ഈ തിരിച്ചറിവ് എഫേസ്യർ 1:3 നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവർ. അപ്പോൾ ഇവിടെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ശപിക്കാതെ അവരെ അനുഗ്രഹിക്കും. അതവിടെ പരസ്പരം സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യും. ഇപ്പം സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കും, കരയുന്നവരോട് കരയാൻ ഒരു പൂഞ്ഞാണി പോലും കാണത്തില്ല, ഒരൊറ്റ വ്യക്തിയും കാണത്തില്ല. അതാണ് ഭാഗ്യമെന്ന് പൗലോസ് പഠിപ്പിക്കുക. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുക. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഈ വചനം അനുസരിക്കാത്ത ഒരൊറ്റ ആൾക്ക് ഒരു കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ തിരുത്താനിടയായി പല സന്ദർഭങ്ങളിൽ. ഈ വാക്യങ്ങളാണ് അതിന് പ്രചോദനം, മോട്ടിവേഷൻ തന്നത്. ഇനിയിപ്പം മോട്ടിവേഷൻ ക്ലാസ് നടക്കുന്നുണ്ട് കുടുംബസ്ഥർക്ക്, കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്കും, കപ്പിൾസിനും, പിന്നെ വയസ്സായ അപ്പനും അമ്മയ്ക്കും, പിന്നെ ഒന്നും വേണ്ട കല്യാണത്തിന് തെന്നിപ്പോകാനിരിക്കുന്നവർക്കൊക്കെ മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. അത് കാശ് കൊടുത്ത് പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ മോട്ടിവേഷൻ ക്ലാസ് ഇതാ കേട്ടോ, പൗലോസ് പഠിപ്പിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്, കർത്താവ് പഠിപ്പിക്കുന്നത് ആ മോട്ടിവേഷൻ ക്ലാസ്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ സ്വർഗത്ത് പോകണമെങ്കിൽ അതേ ഉള്ളൂ വഴി. മറ്റത് 3/4 നാഴിക ഇവിടെ ജീവിക്കാനുള്ള മോട്ടിവേഷൻ ക്ലാസ്സാണ് ഇവർ തരുന്നത്. അതിന് നല്ല തുക അവർ ഈടാക്കുന്നുണ്ട്. മോട്ടിവേഷൻ ക്ലാസ് നടക്കുന്നവനൊക്കെ ഇമ്പാല കാറിലാണ് നടക്കുന്നത്, മനസ്സിലായോ? പുതിയ നിയമം പ്രസംഗിക്കുന്നവനൊക്കെ നാനാ കാറിൽ, ഒരു പരാതിയില്ല അതിൽ. അത് മതിയെന്ന് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക. വേറൊന്ന് വാങ്ങണമെങ്കിൽ പോലും നാന വാങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഈ ബ്രാൻഡ് കുറഞ്ഞ വേറെ ഏതെങ്കിലാണെങ്കിലും പൈസ കുറഞ്ഞാണെങ്കിലും കുഴപ്പമില്ല. വണ്ടി കേടാകുമ്പോൾ വേറൊരു പുതിയൊരെണ്ണം വാങ്ങുമല്ലോ. പുതിയത് വാങ്ങത്തില്ല, നല്ലത് വാങ്ങുള്ളൂ സെക്കൻഡ് ഹാൻഡ്. ഇനി പുതിയത് വാങ്ങിച്ചാലും വില കുറഞ്ഞതേ വാങ്ങത്തുള്ളൂ. പ്രൗഢി കാണിക്കാനൊന്നും വാങ്ങണ്ട. കാറും ലോറിയൊക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അടയ്ക്കാൻ കാശില്ലാതെ, പെട്രോൾ അടിക്കാൻ കാശില്ലാതെ മുമ്പ് കിടന്ന് ചക്രശ്വാസം വലിക്കും നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ നമ്മുടെ പ്രവൃത്തികൾ നന്മയും തിന്മയും നമുക്കുണ്ടാക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭൗതികത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള പഠനങ്ങൾ നമുക്ക് മതി. സന്തോഷിക്കുന്നതോട് സന്തോഷിക്കുക, കരയുന്നതോട് കരയുക. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുക. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും സമാധാനമായി. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുക. പ്രതികാരം നമ്മൾ ചെയ്യരുത്. ദൈവമക്കൾക്ക് പ്രതികാരമില്ല. എന്നെ ചീത്ത പറഞ്ഞവനെ നോക്കി സ്തോത്രം പറയാനുള്ള മനസ്സ് എനിക്കുണ്ടായിട്ടുണ്ട്. നാളെയും ചെയ്യും, മരിക്കുന്നവരെയും ചെയ്യും. അവരെ പഴിച്ചു പറയാനോ ദുഷിച്ചു പറയാനോ നമ്മൾ ആരും പോകരുത്. മനസ്സിലായോ? അതാ ദൈവവചനത്തിൻ്റെ പഠനം. അതാണ് റോസ്മാട് ഉപദേശത്തിൽ ആ പഠനം കിടക്കുന്നത്. നിങ്ങളിൽ ആവോളം സകല മനുഷ്യനും സമാധാനമായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്ത 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 30-ാമത്തെ വാക്യം എന്താ? 30-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ആര് ചെയ്യും ദൈവമക്കളെ ഇത്? നമുക്കറിയാം, ചില വർഗീയവാദികൾ ശത്രുക്കളെ കൊന്ന് കൊലവിളി നടത്തുക.
ഇസ്രയേലും അത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇസ്രയേൽ ന്യായപ്രമാണത്തിൽ കിടക്കുകയല്ലേ. അവർ കുത്തിയെങ്കിലും നോക്കി അനുഭവിക്കുന്നവരെ അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെ എന്താ പറയുന്നത്? കർത്താവ് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. പത്രോസേ, വാൾ ഉറയിലിടുക. വാളെടുത്ത് ചില മതങ്ങളെ സ്ഥാപിച്ചവര് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഭാരതത്തിലും ലോകത്തിലാകമാനവരുണ്ട്. വാളെടുത്താണ് അവർ രാജ്യം സ്ഥാപിച്ചത്. ആ വാൾ അവർക്കെതിരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുക പലരും. ശ്രദ്ധിക്കാതെ മക്കളെ, വാളെടുത്തവൻ വാളാൽ നശിക്കുമെന്ന് കർത്താവാ പറഞ്ഞത്. ഇന്ന് വാളെടുത്ത് മറ്റുള്ളവരെ വീശുന്നവര്, അവർക്കെതിരെ വാള് ഏതെങ്കിലും നിലയിൽ ഓങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ പലരും. ലോകത്ത് കാണുന്നൊരു യാഥാർത്ഥ്യമാണ് ദൈവമക്കളെ. നമ്മളത് മനസ്സിലാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായത്തിൻ്റെ 21, 22 വാക്യങ്ങൾ. സ്തോത്രം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 25-ന്റെ 21, 22 വാക്യങ്ങൾ സോളമൻ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ആ ഭാഗമാണ് റോമാലേഖനത്തിൽ ആത്മാവിൽ പൗലൂസ് എടുത്തെഴുതിയിരിക്കുന്നത്. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അവസാനത്തെ വാക്യമാണ്. തിന്മയോട് തോൽക്കാതെ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുവാൻ ലോകത്തിൽ ഒരു അവതാരമേ പറഞ്ഞിട്ടുള്ളൂ, അത് യേശുക്രിസ്തു മാത്രം. ലോകത്തുള്ള മഹാരഥന്മാരെല്ലാം അവരുടേതായ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞതുപോലെ ആരും പറഞ്ഞിട്ടില്ല. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആ ഗിരിപ്രമാണത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കർത്താവ് അതിനെക്കുറിച്ചൊരു പ്രതിപാദിച്ചിരിക്കുന്നത്, മത്തായി പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി 7-ാം അധ്യായത്തിൻ്റെ ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. കർത്താവ് പറഞ്ഞതുപോലെ ആരും ഒരവതാരവും ഒരു മനുഷ്യരും ഈ ലോകത്തിൽ പറഞ്ഞിട്ടില്ല. ആ കർത്താവിൻ്റെ പ്രബോധനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ന്യായപ്രമാണത്തിൻ്റെ അധിഷ്ഠിതനായി ജീവിച്ച പൗലൂസ്, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പ്രസംഗിച്ചിരുന്ന പൗലൂസ്, ന്യായപ്രമാണത്തിൻ്റെ ഉപദേശത്തെ തിരുത്തി ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കാതലായ ഉപദേശം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഈ റോമാലേഖനം 12-ാം അധ്യായത്തിലെ പഠനം ഇത് വളരെ സന്തോഷം നൽകുന്നതാണ്. വളരെ അർത്ഥവത്തമായ കാര്യങ്ങളാണ്. ഈ 4 എപ്പിസോഡുകൾ തിരിച്ചും മറിച്ചും പിന്നെയും കേട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശം ചെയ്യും. കർത്താവിൻ്റെ വരവായി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ പ്രബോധനങ്ങൾ, ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ പഠനം പൗലൂസ് നിങ്ങളെ പഠിപ്പിച്ച പഠനം, ഞാനല്ല. പൗലൂസ് എഴുതിയത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാഷയും എൻ്റെ ശബ്ദവും ഇതിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൗലൂസാണ് ഇതിൻ്റെ ഉപദേഷ്ടാവ്. പൗലൂസ് പഠിപ്പിച്ചത് ദൈവസഭയെ പഠിപ്പിക്കുവാൻ ഞാൻ നിർബന്ധിതനാണ്. അതുപോലെ ഓരോരുത്തരും അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം സഭയെ പഠിപ്പിച്ചെങ്കിൽ വിശ്വാസികളെല്ലാം എത്ര നല്ലവരായിപ്പോയത്, എത്ര ധന്യരായിപ്പോയെന്ന്, എത്ര പ്രത്യാശയുള്ളവരായിപ്പോയെന്ന്, എത്ര സന്തോഷവും സമാധാനമുള്ളവരായിപ്പോയെന്ന്, എത്ര ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തവരായി മാറിയെന്ന്. ഇനിയെങ്കിലും അതിനുള്ള അവസരമുണ്ട്. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും, കർത്താവിൻ്റെ ദാസന്മാരെയും എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ജോലി പ്രാർത്ഥിച്ചാൽ ദൈവമേ, സ്വർഗീയപിതാവേ, ഇന്ന് പൽക്കാലം വിശുദ്ധ സമയത്തിൽ ഞങ്ങൾക്ക് ദൈവവചനം ധ്യാനിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് ഒരു ചെറിയ പഠനത്തിലേക്ക് വരുവാൻ
കർത്താവിയോടൊന്ന് കൃപ നൽകിയല്ലോ. നിങ്ങൾ പഠിച്ചതും ഗ്രഹിച്ചതുമായ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് വരും ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് ഫലമുള്ളവരായി നിൽക്കുവാൻ കർത്താവിയോടൊന്ന് സഹായിക്കണം. വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹവും നന്മയും വിടുതലുമായി തീരണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അനേകരെ ഒരുക്കുന്ന കരുത്തന്മാരായി ഈ ദൈവമക്കൾ തീരുവാൻ, ഈ ശബ്ദം കേൾക്കുന്നവർ തീരുവാൻ കർത്താവ് കൃപ നൽകിയാട്ടെ. സർവമഹത്വവും പിതാവിനെ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കർണോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവുള്ള പ്രാർത്ഥനയോടായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചുവാനിടുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, കാവലും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഓരോരുത്തരുള്ള വിശുദ്ധന്മാരോടും ഇന്ന് പൽക്കാലം ഈ വചനം കേട്ടവരോടും ഭാവി നാളെ കേൾക്കാൻ പോകുന്നവരോടും കർത്താവിൻ്റെ വരവരെ ഇന്ന് വിലന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.